ഒക്കെ അതിൽ ഭ്രമിക്കരുതേ. അതിനെ തട്ടിമാറ്റി മുന്നോട്ട് സഞ്ചരിക്കുമ്പോഴാണ് അനുഭൂതി, സമാധി അതുണ്ടാവുക. അതിലേക്കാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതാണ് നമ്മുടെ ലക്ഷ്യം എന്നുള്ളത് കാണിക്കുകയാണത്രേ ഈ പാലാഴി മഥനം എന്നുള്ള കഥ. അതിനെന്തും വേണം, ഭഗവാന്റെ ആനുകൂല്യം വേണം, നമ്മളുടെ പ്രയത്നവും ആവശ്യമാണ്, ഭഗവാന്റെ ആനുകൂല്യവും ആവശ്യമാണ്. പ്രയത്നിക്കുമ്പോഴേ ഭഗവാൻ ആനുകൂല്യം ഉണ്ടാവുള്ളൂ. അമ്മ കെട്ടാൻ നോക്കിയപ്പോഴേ അമ്മ ഭഗവാൻ കെട്ടിൽ പെട്ടതുപോലെ അഭിനയിക്കുന്നുള്ളൂ. കെട്ടാൻ നോക്കിയില്ലെങ്കിൽ നിൽക്കൂല. അതാണ്. അതുകൊണ്ട് നമ്മൾ ശ്രമം തുടർന്നുകൊണ്ടിരിക്കുക. ഭഗവാന്റെ കാരുണ്യം ശ്രമിക്കുമ്പോൾ നമ്മളോടുണ്ടാവും. അതാണ് കഥ. പിന്നീട് ഭഗവാന്റെ മായയുടെ മഹിമയൊന്ന് സൂചിപ്പിച്ചു. അതാണ് ശങ്കരമോഹനം. പരമശിവൻ തന്നെ ഒന്ന് വീണതായിട്ട് അഭിനയിച്ചു. വീണു എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. ആര് വീഴുക? പരമശിവൻ വീഴുകയെ. നമ്മളിന്ന് കാണിച്ചതാണ്. ഞാൻ പോലും ഒന്ന് വീണിട്ടു. പിന്നെ ഭഗവാനെ ആശ്രയിച്ചതുകൊണ്ട് പറ്റിയത് അബദ്ധമായി മാറിയില്ല. സാധാരണക്കാരാണെങ്കിൽ അബദ്ധമാവേണ്ടതായിരുന്നു. പക്ഷേ ഭഗവാൻ മഹാദേവൻ കെട്ടിപ്പിടിച്ചത് ആരെയായി? അത് എന്നും ഭഗവാനെ ഓർക്കുന്നത് കൊണ്ട് വിഷ്ണു ഭഗവാനെ തന്നെ കെട്ടിപ്പിടിച്ചു. വീണു എന്നുള്ളത് ശരിയാണ്. പക്ഷേ വീണത് എങ്ങട്ടാ? ഭഗവാന്റെ മടിയിലേക്കാണെങ്കിൽ കുഴപ്പമുണ്ടോ? വീണു പറഞ്ഞ് കളിയാക്കണ്ട. ഭഗവാന്റെ മടിയിലേക്കാണ് വീണതേ. അതുകൊണ്ട് ഭാഗവതം ആശ്രയിക്കുന്നവർ അഥവാ വീണു പേടിക്കൊന്നും വേണ്ട. എവിടെ ഇരിക്കുന്നുണ്ടാവുക? ഭഗവാന്റെ മടിയിൽ അങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് ആശ്രയിക്കൂ. ഹരിസ്മൃതി, ഭഗവാനെ സ്മരിക്കൂ. ഒരാപത്തും ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പ്. ഭഗവാനെ ഭജിച്ച ആ ബലിക്കും അഹങ്കാരം വന്നപ്പം ഭഗവാൻ ആ അഹങ്കാരം ഇല്ലാണ്ടിയാക്കി അനുഗ്രഹിച്ചുവല്ലോ. ബലി ആരാണ്? ബലി ഭഗവാന്റെ ഭക്തൻ തന്നെയാണ്. ഭഗവത് ഭക്തനായ പ്രഹ്ലാദൻ്റെ കഥയിൽ നമ്മൾ ഇന്നലെ കേട്ടത്. ആ പ്രഹ്ലാദൻ്റെ പേരക്കുട്ടിയാണ് ബലി. പ്രഹ്ലാദനെ അനുഗ്രഹിച്ചും കൊണ്ട് ഭഗവാൻ പറഞ്ഞത്, നിൻ്റെ തലമുറയിൽ ഞാൻ ആരെയും അനുഗ്രഹിക്കാണ്ടിരിക്കില്ല എന്നാണ്. ആരഹങ്കരിച്ചാലും ഞാൻ ആ അഹങ്കാരം ഇല്ലാണ്ടിയാക്കും. ബലിയുടെ വംശത്തിലാണ്, ആ പ്രഹ്ലാദൻ്റെ വംശത്തിലാണ് ബലി. പ്രഹ്ലാദൻ്റെ മകൻ വിരോചനൻ്റെ മകനാണ് ആര്? ബലി രാജാവ്. അന്ന് ബലി എന്നേ പേരുണ്ടായിരുന്നുള്ളൂ. ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയപ്പോൾ പിന്നെന്തായി? അദ്ദേഹം മഹാബലിയായി. അദ്ദേഹം എപ്പോഴും ഭഗവാനെ സേവിച്ചതുകൊണ്ട്, ഭഗവാനെ സ്മരിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ഐശ്വര്യമുണ്ടോ ഐശ്വര്യം ഇല്ല എന്നുള്ള ചിന്തയൊന്നുമില്ല. ജയിച്ചാലും തോറ്റാലൊക്കെ അദ്ദേഹത്തിന് ആ ഉള്ളിലുള്ള ഈശ്വരൻ്റെ പ്രഭാവത്തിനൊരു കുറവില്ല. പരാജിത ശ്രീരസുഭിശ്ചഹാപിതോ ഹീന്ദ്രേണ രാജൻ ഭൃഗുഭിസ് സജീവിത. ഇതാണ് ആധ്യാത്മിക വിദ്യ അഭ്യസിച്ചൊരു സാധകൻ്റെ അവസ്ഥ പറയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്ത് വന്നാലും അദ്ദേഹം കുലുങ്ങില്ല. ജയിച്ചാലും തോറ്റാലും എന്തില്ല പ്രശ്നം. ജയിച്ചു വെച്ചിട്ട് സന്തോഷമോ തോറ്റു വെച്ച് ദുഃഖമോ ഭഗവാന്റെ സങ്കല്പം. നടന്നാലും മുടങ്ങിയാലും എന്തില്ല. നമുക്കാണെച്ചാൽ വിഷമായി. ഒന്ന് കാറ്റടിച്ച് വിളക്ക് കെട്ടാൽ അത്രയ്ക്കൊക്കെ ഉണ്ടോ? കത്തിക്കാൻ തീപ്പെട്ടി ഉണ്ടല്ലോ, അത്രയല്ലേ വേണ്ടു. അതൊക്കെ സാധാരണക്കാർക്ക്. പക്ഷേ ഭഗവത് ഭക്തന്മാർക്ക് അതൊന്നും വിഷയമില്ല എന്നർത്ഥം. തോറ്റാൽ ശ്രീന്ന് വെക്കാറില്ല. ഉണ്ടോ? വിജയശ്രീലാളിതനായെന്ന് പറയും, പരാജിതശ്രീലാളിതനെന്ന് പറയുമോ? എന്നാൽ ഭാഗവത്തിൽ അങ്ങനെയാണ്. പരാജിതശ്രീഹി ആരെ പറയാം? ബലിയെ പറയണേ. പരാജയപ്പെട്ടെങ്കിലും അയാളുടെ നിവർന്നുള്ള ആ ഒരു നിൽപ്പ്, ഒരു പ്രശ്നം അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തിൻ്റെ ആ കോൺഫിഡൻസ് ലെവലിനൊരു കുറവില്ല എന്നർത്ഥം. ശക്രേണ സംയതിഹതോപി ബലിർ മഹാത്മാ ശുക്രേണ ജീവിത തനുക്രതു വർദ്ധിതോഷ്മാ എന്ന് മേൽപ്പത്തൂര്. ശക്രൻ കൊന്നു, ശുക്രൻ ജീവിപ്പിച്ചു എന്നാണ് പ്രാസോപ്പിച്ച് പറഞ്ഞതാണ്. ശക്രൻ ഇന്ദ്രൻ കൊന്നു, ശുക്രാചാര്യർ ജീവിപ്പിച്ചു. മൃതസഞ്ജീവനി ഉണ്ടല്ലോ, ഗുരുനാഥൻ്റെ അനുഗ്രഹമുണ്ട്. യാഗം നടത്തി, ഒരിക്കലും അമ്പ് തീരാത്ത ആവനാഴി ലഭിച്ചു. മുത്തശ്ശനായ പ്രഹ്ലാദൻ്റെ അനുഗ്രഹമുണ്ട്. സത്യം, ധർമ്മം, ദയ എല്ലാം ഈ ബലിക്കുണ്ട്. ബലി സ്വർഗത്തിലേക്ക് പോയി. അങ്ങനെ ഭൂമിയും പാതാളവും സ്വർഗവും ആരാ ഭരിക്കണത്? ഇപ്പം യുദ്ധമൊന്നും വേണ്ടി വന്നില്ല. ഇന്ദ്രൻ അങ്ങോട്ട് എണീറ്റു, ആ കസേരട്ട് കൊടുത്തു, അവിടെ ഇരുന്നു. 3 ലോകവും അല്ലെങ്കിൽ 14 ലോകങ്ങളും ഭരിക്കുന്നത് ഇപ്പോൾ ആരാ? ബലിയാണ്. ആ കൂട്ടത്തിൽ ചിലപ്പോൾ ഒരു പക്ഷേ കേരളവും പെട്ടിട്ടുണ്ടാവാം. അത്രയേ ഉള്ളൂ. ആ കേരളത്തിനോട് കുറച്ച് അധികം താല്പര്യം തോന്നേണ്ട കാര്യം ആർക്കില്ല? ബലിക്കില്ല. കാരണം 14 ലോകങ്ങളും ഭരിക്കുന്നത് ആരാ? ബലിയല്ലേ. ഇപ്പോൾ ആർക്കാ വിഷമം ചോദിച്ചാൽ ദേവന്മാരുടെ അമ്മയ്ക്ക് കുറച്ചൊരു വിഷമമുണ്ട്. മക്കൾ ആകെ വിഷമിച്ച് നടക്കുകയാണ്. അവർക്കെന്നും പ്രയാസം. തലയിൽ മുണ്ടിട്ട് വന്ന് ഊണഴിച്ച് പോവുകയാണേ. കണ്ടു കഴിഞ്ഞാൽ അസുരന്മാർ തല വെട്ടു. അപ്പോൾ അമ്മയ്ക്ക് വിഷമം ഉണ്ടാവില്ലേ? മക്കളിങ്ങനെ ആകെ വിഷമിച്ചിരിക്കുമ്പം ഒരിക്കൽ കശ്യപ പ്രജാപതി വന്നപ്പോൾ ഈ വിഷമം പറഞ്ഞു. മക്കൾ നേരിട്ട് കാണണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എന്ത്? ഹരിസ്മൃതി, ഒറ്റമൂലി. വേറൊന്നും പറയാനില്ല. എന്ത് വിഷമമുണ്ടെങ്കിലും പറയാനൊന്നേ ഉള്ളൂ. ഭഗവാനെ ആശ്രയിക്കൂ. ശ്രദ്ധയാ ചേശ്വരം ഭജ. ശ്രദ്ധയോടെ ഈശ്വരനെ ഭജിക്കുന്നല്ല. എന്താ പറഞ്ഞത്? ശ്രദ്ധയാചേശ്വരം ഭജ. ശ്രദ്ധയാച്ച ഈശ്വരം ഭജ. ശ്രദ്ധയോടുകൂടി ഈശ്വരനെ ഭജിക്കൂ. ശ്രദ്ധയ്ക്കനുസരിച്ചാണ് ഫലം.
എന്തനുസരിച്ചാണ് ഫലം? എല്ലാവരും കേട്ടു, എല്ലാവർക്കും ഹൃദയത്തിന് തൃപ്തി വന്നോ ചോദിച്ചാൽ എല്ലാവർക്കും ഒരുപോലെ വരില്ല. കാരണം ശ്രദ്ധയ്ക്കനുസരിച്ചാണ് ഫലം. ഇത് മാഹാത്മ്യം മുതൽ ഈ കഥയാണ് പറയുക. ദന്ധുകാരി കേട്ടു, മുക്തി കിട്ടി, കുറേ പേര് കേട്ടു, അവർക്ക് കിട്ടിയില്ല. ഗോകർണനാകെ സംശയം. പറഞ്ഞ തനിക്ക് തന്നെ കിട്ടിയില്ല, കേട്ട ദന്ധുകാരിക്ക് കിട്ടി. എന്താ ഇപ്പോൾ ദന്ധുകാരിക്ക് മാത്രം വിമാനം വരാൻ? അപ്പോഴാണ് അവിടുന്ന് പറഞ്ഞത്, ദന്ധുകാരി ശ്രദ്ധിച്ചത്ര പറയണ, അങ്ങും ശ്രദ്ധിച്ചിട്ടില്ല. അത് ശ്രദ്ധിച്ചും കൊണ്ടൊന്ന് ഭാഗവതം പറയൂ. ശരി, ആദ്യം പറഞ്ഞു. ഇനി ശ്രദ്ധിച്ചും കൊണ്ടൊന്ന് കേൾക്കണേ എല്ലാവരും എന്ന് പറഞ്ഞ സമയത്ത് എല്ലാവരും ഒന്ന് കരുതി, മറ്റ് ശ്രദ്ധ ഇല്ലാതെ, മറ്റു വിഷയങ്ങളിലേക്ക് ശ്രദ്ധ പോവാതെ. മറ്റതങ്ങനെയല്ല, അവിടെ വറവിട്ടാൽ നമ്മളറിയും, അങ്ങനെയിരുന്നു. പിന്നെ അത് മാറ്റി. ഇനിയിപ്പം കരുതി ഇങ്ങനെ ശ്രദ്ധിച്ച് ഭാഗവതം തന്നെ നോക്കി, ഇനി മറ്റൊന്നും വേണ്ട എന്നുള്ള മട്ടിൽ കേട്ടപ്പം എത്ര പേര് കേട്ടു, അത്രയ്ക്കും വിമാനം വന്നു എന്ന കഥ. അവർക്കൊക്കെ വൈകുണ്ഠം. അതുകൊണ്ട് ശ്രദ്ധയാണ് മുഖ്യം. ഏതായാലും കശ്യപ പ്രജാപതിയെ സേവിച്ചു, പയോവ്രതം അനുഷ്ഠിച്ചു. അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഭഗവാൻ തന്നെ വാമനായിട്ട് അവതരിച്ചു.